ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അവക്കാഡോനെ കുറിച്ചിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങൾക്ക് അവക്കാഡോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോ അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു മെച്ചുവറായ അല്ലെങ്കിൽ നല്ലപോലെ മൂത്തൊരു അവക്കാഡോ പഴുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് നിങ്ങൾ കാണുന്നത് മരത്തിൽ ഏതാണ്ട് ഒരു 3/4 പാവം പരുവായ അവക്കാഡോ ആണ്. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ ആ ഇരിക്കുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള അവക്കാഡോ എടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മൂത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയണമല്ലോ, വലിപ്പം കൊണ്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുള്ള അവക്കാഡോയാണ്. അവക്കാഡോ പല ഷേപ്പിലുണ്ട്. കുറച്ചും കൂടെ വലിയ ടൈപ്പ് ഉണ്ട്, നല്ല റൗണ്ട് പോലെയുള്ള. അത് പറഞ്ഞു വെക്കുന്നത് 750 ഗ്രാം തൊട്ട് 800 ഗ്രാമിൻ്റെ റേഞ്ച് വരെ വലിപ്പം വെക്കുന്ന അവക്കാഡോയാണ്. നമുക്കതിൻ്റെ ഉണ്ട്, തൈയുണ്ട്, പക്ഷേ കായ്ച്ചിട്ടില്ല. 2 വർഷം കഴിയുമ്പോൾ കായ്ക്കുമായിരിക്കും. അതാണെങ്കിലും നല്ല വലിപ്പമുള്ളതാണെങ്കിലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാം പഴുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞുതരാം എങ്ങനെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു വേറൊരു വെറൈറ്റിയാണ്. എൻ്റെ തോട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂപ്പായിട്ടില്ല. എനിക്കൊന്ന് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേന് ഇത് അത്യാവശ്യം മൂപ്പായി കാണും ഈ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പറിക്കാതെ വെച്ചിരിക്കുകയാണ്. ബാക്കി മൂപ്പായതെല്ലാം പറിച്ച് കടയിൽ കൊണ്ട് കൊടുത്തു. നമ്മളിനി കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ വേറെ ഇനമുണ്ട്, മൂപ്പായിട്ടുള്ളത് നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ പറിക്കുമ്പോൾ മൂപ്പായത് നോക്കുന്നത്. ഇതിൻ്റെ മേത്ത് ഒരു ചെറിയ തരി പോലെ സംഭവം ഉണ്ടാവും, ചെറിയ കുരു പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പുറത്തോട്ടേക്ക്. നല്ല രീതിയിൽ അത് പുറത്തോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ല മൂപ്പായി കഴിയുമ്പോഴാണ് അത് നന്നായി പുറത്തോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. മറ്റേതിനകത്ത് കാണുമ്പോൾ അത് അത്ര പ്രൊജക്റ്റഡ് അല്ല, പക്ഷേ ആ ഒരു ചെറിയൊരു എന്താ പറയുക, ഡോട്ട് ഇട്ട് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. അത് മൂപ്പായി കഴിയുമ്പോൾ അത് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്, ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് മൂപ്പായെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇത് വേറൊരു ഇനമാണ്. ഇത് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ മേലെ ഒരു വൈറ്റഡ് ഒരു ചെറിയ പാണ്ട് പോലെ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറിക്കുമ്പോൾ അത് വെച്ചിട്ടാണ് മാക്സിമം മൂപ്പായോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മേലെ കണ്ടില്ല, ഒരു പച്ചേനെ മേലെ ഒരു വൈറ്റ് പോലെ ഒരു പാണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ ഒരു ഇനത്തിൽ കുറച്ചധികം കാണാം, കുറച്ചുകൂടെ വലുപ്പമായിട്ട് ചെറുപ്പം തൊട്ടേ. പക്ഷേ അത് നല്ല മെച്യൂർ ആകുമ്പോൾ അതിൻ്റെ കളർ മാറിയിട്ട് നമുക്കൊരു ചുവന്ന കളറിലേക്ക് മാറുന്ന ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ മൂപ്പായത് കാണിക്കാം. കണ്ടോ, അത് ഞാൻ പറിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അത് നല്ലപോലെ എക്സ്പാൻഡ് ആവും, അതിൻ്റെ സ്കിൻ എക്സ്പാൻഡ് ആകുമ്പോൾ അത് ഒരു വിള്ളൽ പോലെ വരുന്നത് കാണാം. കണ്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൂപ്പായെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് പാടുകളൊക്കെ ഉണ്ട്, നമ്മൾ പരിക്ക് പോലെ. അത് ഈ പറക്കുന്ന സമയത്ത് സംഭവിച്ചാൽ അതൊന്നും മേജറല്ല, പക്ഷേ നല്ല ഡെപ്തായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് കാണാൻ പറ്റുന്ന പരിക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ അവക്കാഡോകൾ ഒഴിവാക്കുക. കാരണം അത് നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പഴുക്കുമ്പോൾ ആ ഓപ്പൺ ആയിരിക്കുന്ന ഏരിയ ആയിരിക്കും പെട്ടെന്ന് സ്പോയിലാവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പഴുത്ത് വരുമ്പോൾ ഈ ഫ്രൂട്ടിന് നല്ലൊരു പെർസെൻറ്റേജും നശിച്ച് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല നഷ്ടം വരും. ഇതിന് ഭയങ്കര വിലയാണ്. ഇത് അതിൻ്റെ മരമാണ്. നമുക്കിത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണിച്ചത് കളർ മാറത്തില്ല, ഇത് പച്ച കളർ തന്നെ ഇരിക്കത്തുള്ളൂ പഴുത്താലും. നമ്മളത് ഞെങ്ങുന്ന് നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത് ഇത് പഴുത്തോ ഇല്ലയോ എന്നൊക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കത് 100% റിസൾട്ടും കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സ്വന്തം പറമ്പുള്ളതുകൊണ്ട് ഓക്കെ. ഇനി അല്ല, നിങ്ങൾ കടയിൽ പോയി വാങ്ങുകയാണ് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നോക്കിക്കോ. അതായത് ഈ അവക്കാഡോന് മേലെ ഞെട്ട് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കാണാം. അത് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ പലപ്പോഴും അത് ഇല്ലാതെയാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ അത് ഉണ്ടെങ്കിൽ പഴുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രൂട്ടിൻ്റെ ഒരു 100% നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ്. എന്താ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഞെട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു ഏരിയ പുറത്തോട്ടേക്ക് എക്സ്പ്ലോസ് ആവുകയും പെട്ടെന്ന് പഴുക്കുന്ന ആ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പഴം മൊത്തത്തിൽ പഴുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു 25%ഓളം നാശമായിപ്പോയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറിക്കുമ്പോൾ അത് മാക്സിമം പോകാതെയാണ് പറിച്ചെടുക്കുന്നത്. സോ നിങ്ങൾക്ക് മാർക്കറ്റിൽ എടുക്കുമ്പോൾ അത് ഉള്ളതാണ് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അടുത്തായിട്ട് പലരും ചോദിക്കുന്നത് പഴുത്ത് കഴിയുമ്പോൾ എന്ത് കളറിലാണ് വരുന്നത്. ഇത് മൂന്ന് ഇനമാണ്. ഇതിൽ ഈ ഒരെണ്ണം ലാസ്റ്റ് കാണിച്ച ഒരെണ്ണം മാത്രമാണ് പച്ച കളറിൽ പഴുത്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. മറ്റേതെല്ലാം ഏതാണ്ട് ഈ ഒരു കളറിലാണ് വരുന്നത് പഴുത്ത് കഴിയുമ്പോൾ.
അത് മാക്സിമം ഈ കളർ ആവാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ പച്ച കളറിൽ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് പഴുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നല്ലപോലെ പ്രസ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ വഴിയില്ല അത് പഴുത്തോ എന്ന് അറിയാനായിട്ട്. മറ്റാണ് നമുക്ക് കളർ ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയും ഒരുപോലെ സോഫ്റ്റ് ആവുന്ന കാണാം. ഇതിപ്പോൾ പഴുക്കാതെ കഴിച്ചിട്ടെങ്കിൽ ഒരു കമർപ്പെന്ന് പറയും, ഒരു വേറൊരു ടേസ്റ്റാണ്. ബെറ്റർ പഴുത്തിട്ട് കഴിക്കുന്നതാണ്.